اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ആയത്തോട് ഓതി കൊടുത്തു. ആദ്യമായിട്ട് ഖുർആനിൽ ഇറങ്ങിയ ആയത്താണേത്, സൂറത്താണേത്? സൂറത്തുൽ അലഖ്. സൂറത്തുൽ അലഖിലെ ആയത്ത് ഓതി കൊടുത്തു. ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നാഥന്റെ നാമത്തിൽ വായിക്കുക. അപ്പം ഇതൊക്കെ കണ്ട് ഒറ്റക്കൊരു മലൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് പേടിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഇറങ്ങി വന്നു. എവിടെ ഇറങ്ങി വരിക? വീട്ടിലേക്ക് ഇറങ്ങി വന്നു. വീട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടെ പ്രിയതമയായ പത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹയുണ്ട്. ഖദീജയോട് പറഞ്ഞു, ഖദീജ സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടൂ. ഖദീജ വിറച്ചിട്ടാണ് വന്ന്, പുതപ്പിട്ട് മൂടിത്തരാൻ പറഞ്ഞു. അങ്ങനെ പുതപ്പിട്ട് മൂടി. കുറച്ച് കഴിഞ്ഞാൽ പുതപ്പിട്ട് മൂടിയിട്ട് അങ്ങനെ നബി കിടന്നു. ഇവിടെയാണ് നുബൂവത്ത് വരുന്നത്. ഇവിടെ നിന്നാണ്. അതുവരെ അല്ലമീന നബി. ഇവിടെ നിന്നാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി ആകുന്നത് ഇവിടെ നിന്നാണ്. പുതപ്പിട്ട് മൂടിയിട്ട് അങ്ങനെ കിടന്നു. അവസാനം കുറേ കഴിഞ്ഞപ്പോൾ പുതപ്പിൽ നിന്നൊക്കെ മാറിയെടുത്ത് പനിയൊക്കെ മാറി. ചോദിച്ചു, എന്ത് പറ്റി നബി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഒറ്റക്കിരിക്കുമ്പോൾ ഒരു മലക്ക് വന്നൊരു പ്രത്യേകമായൊരു രൂപമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതൊരു സ്വാഭാവികമാണല്ലോ ഖദീജ. എന്താണ് ഖദീജ ഇത്? എന്താണ് ഖദീജ? ഖദീജ ബീവി സമാധാനിപ്പിച്ചു, നബിയെ പേടിക്കണ്ട. ഖദീജ ബീവിക്ക് ഇത് മുൻകൂട്ടി അറിയുന്നത്, ഈ ആള് അവസാനത്തെ നബി ആകുമെന്ന് കുറെ ആളുകൾ പറഞ്ഞത് ഉണ്ട് എന്ന് ഖദീജ ബീവിക്ക്. ഖദീജ ബീവി പറഞ്ഞു, പേടിക്കണ്ട നബിയേ, ലാ യുസീകല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും താങ്കളെ കൈവിടില്ല നബിയേ. ഇന്നക തസിലുർ റഹ്മാ വ തസ്ദഖുൽ ഹദീസ വ തഹ്മിലുൽ കല്ല വ തഈനു അലാ നവാഇബിൽ ഹഖ്. നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ, നിങ്ങൾ ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ആളല്ലേ, നിങ്ങൾ പാവപ്പെട്ടവരുടെ സഹായിയല്ലേ, ആശ്രിതർക്ക് അത്താണിയല്ലേ നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ഖദീജ റളിയല്ലാഹു തആല പറയുകയാണ്. വല്ലാഹി വല്ലാഹി ലാ യുഹ്സീകല്ലാഹു അബദാ, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യൂല, അല്ലാഹു കൈവിടൂല. കാരണം ഇന്നക ലതസിലുർ റഹിം വ തസ്ദഖുൽ ഹദീസ് വ തഹ്മിലുൽ കല്ല വ തഈനു അലാ നവായിബിൽ ഹഖ്. അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല. നിങ്ങൾ അല്ലാഹു ഒഴിവാക്കൂല. നിങ്ങൾ പിടിക്കൊന്നും വേണ്ട. ആര് പറഞ്ഞു കൊടുത്തു? ഖദീജ ബീവി പറഞ്ഞു കൊടുത്തു റളിയല്ലാഹു തആല അൻഹ. അതാണ് ഒരു ഭാര്യ ഖദീജ ബീവി. ഇതിൽ പെണ്ണുങ്ങളെ ഉമ്മമാർ ഇതിലൊരു പാടുണ്ട്. ഭർത്താവ് സങ്കടപ്പെട്ട് വന്നാൽ, ഞാൻ അങ്ങനെ പറഞ്ഞല്ലാണ്ട് പോണ്ടാന്ന്, ഒറ്റക്ക് ഇരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഈ ഭർത്താവിനെ പിന്നെയും പേടി കൂട്ടല്ല, ഭർത്താവിനെ പിന്നെയും പ്രയാസപ്പെടുത്തല്ല വേണ്ട. അവിടെ ഒരു ഭാര്യ കാണിക്കേണ്ടത് ആ ഭാര്യ കാണിച്ചു. അവിടെയും പാടുണ്ട്. അവരെ സമാധാനിപ്പിച്ച് സമാധാനത്തിന്റെ വർത്താനങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒരിക്കലും അള്ളാഹ് കൈവിടൂല, നിങ്ങൾ പേടിക്കേണ്ട നബിയേ എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് ഖദീജ ബീവിയും കൂടിയിട്ട് ഒരാളടുത്ത് പോയി. ആരൊക്കെ പോയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ആര് പേര് പറയാൻ അറിയോ? എന്ത് നൗഫലാണ്? നൗഫൽ തന്നെയാണ്. എന്ത് നൗഫലാണ്? വറഖത്ത് ബിൻ നൗഫൽ അല്ലേ? വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് പോയി. വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞാൽ തൗറാത്ത് കിതാബ് അറിയുന്ന വലിയൊരു മതപണ്ഡിതനാണ്, പുരോഹിതനാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഖദീജ ബീവിയെ കൂട്ടിപ്പോയി. ഖദീജ ബീവി നബിതങ്ങളെ കൂട്ടിപ്പോയി. ഈ വറഖത്ത് ബിൻ നൗഫൽ ഖദീജ ബീവിയുടെ കുടുംബാണ്, മതപണ്ഡിതനാണ്, തൗറാത്ത് അറിയുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒറ്റക്ക് മലന്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, പേടിക്കണ്ട. ആ സംഭവം ഉണ്ടായത്, വന്നത് മൂസാ നബിയുടെ അടുത്ത് വരാറുള്ള മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പൊന്നുമോനെ, നിങ്ങളുടെ അടുത്തേക്ക് വന്നത് എന്ന്
പറയുകയാണ്, ജിബ്രീലാണ് വന്നത്. മൂസാ നബിയുടെ അടുത്ത് വരാറുള്ള, ഈസാ നബിയുടെ അടുത്ത് വരാറുള്ള, ഇബ്രാഹിം നബിയുടെ അടുത്ത് വരാറുള്ള, നൂഹ് നബിയുടെ അടുത്ത് വരാറുള്ള ഞങ്ങളുടെ പ്രവാചകനായ മൂസാ അലൈഹിസ്സലാമിന്റെ അടുത്ത് വരാറുള്ള ജിബ്രീൽ എന്ന മലക്കാണ്, മാലാഖയാണ് വന്നത് എന്ന് അമ്പിയാക്കൾക്ക് വഴി എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ആർക്ക്? അപ്പൊ അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളെ നേരെ എത്തിച്ചു കൊടുക്കുന്ന പണിയാണ്, ഡ്യൂട്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്. അത് വന്നത് നിങ്ങളുടെ അടുത്ത. അപ്പൊ നിങ്ങൾ അമ്പിയാക്കളിൽപ്പെട്ട ആളാണ് എന്നതിന്റെ സൂചനയാണ് എന്ന് ആര് പറഞ്ഞു കൊടുത്തു? വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് വറക്കത്ത് ബിൻ നൗഫൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അതാണ് അത്ഭുതം. അന്ന് മക്കയിലെ അവസ്ഥ എന്താണെന്നറിയോ? മക്കയിൽ എല്ലാവർക്കും നബി തങ്ങൾ എന്താണ് നല്ല ഇഷ്ടമാണ്. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ചോദിച്ചാൽ മുഹമ്മദ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും, മുഹമ്മദ് എന്താണ്? അൽ അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ്, കളവ് പറയാത്തവനാണ്, എല്ലാവരും പറയും. പിന്നെ ശത്രുക്കളായി മാറി. അവസാന ശത്രുക്കളൊക്കെ എന്തായി? മിത്രങ്ങളായി മാറി. കുറെ കാലം ശത്രുക്കളായി. അങ്ങനെ ഇവര് ആ സമയത്ത് ഈ വറക്കത്ത് ബിൻ നൗഫൽ പറഞ്ഞു, പൊന്നുമോനെ മുഹമ്മദേ, ഒരു കാലത്ത് ഈ മക്കക്കാരായ ആളുകൾ നിന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കും മോനെ. 40 വയസ്സാണെന്ന് ആർക്ക്? നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞു? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ഞാൻ പറയുന്നത്? 40 വയസ്സാണ് ആർക്ക്? നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. 40 വയസ്സുള്ള നബിയോട് ഈ വറക്കത്ത് ബിൻ നൗഫൽ എന്ന പ്രായമുള്ള ഈ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നുമോനെ മുഹമ്മദേ, നിന്നെയും മക്കക്കാരെ, മക്കയിലെ ജനങ്ങൾ നിന്നെ ആട്ടി ഓടിക്കും മോനെ, നിന്നെ നാട് കടത്തും മോനെ. ആ സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മകൻക്ക് വേണ്ട, പൊന്നു മോനെ നിനക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും, എല്ലാ സപ്പോർട്ടും, എല്ലാ സഹായവും ഞാൻ ചെയ്യാം മോനെ. അപ്പൊ നബി ചോദിക്കുന്നുണ്ട്, എന്താ അറിയോ? നബി ചോദിക്കുന്നുണ്ട്, എന്നെ ഈ നാട്ടിലെ ആൾക്കാർ പുറത്താക്കേ? നബി അത്ഭുതത്തിൽ അന്താളിഫൈഡ് ആയിട്ട് ചോദിക്കുകയാണ്, എന്നെ ഈ നാട്ടിലെ ആളുകൾ പുറത്താക്കേ? പറഞ്ഞു, ഈ നാട്ടിലെ ആളുകൾ എന്ത് ചെയ്യും? മക്കയിലെ ആളുകൾ നിങ്ങളെന്ത് ചെയ്യും? പുറത്താക്കിയിട്ട് നബി മക്കയിൽ ജീവിക്കാൻ കഴിയാതെ എവിടേക്ക് പോയി? അത് എത്രാമത്തെ വയസ്സിലാ? ഹിജ്റ പോയത് എത്രാമത്തെ വയസ്സിലാ? പറയടോ. ഹിജ്റ പോയത് എത്രാമത്തെ വയസ്സിലാ? 53. അപ്പൊ എത്ര വർഷം മുമ്പാണ് ഈ പറഞ്ഞത്? 53 വയസ്സിലല്ലേ പോയത്. ഇപ്പൊ എത്ര വർഷം മുമ്പാണ് വറക്കത്ത് നൗഫൽ പറഞ്ഞത്? 13 കൊല്ലം മുമ്പ്. അപ്പൊ നബി അന്തം വിട്ടിട്ട് അന്താളിഫൈഡായിട്ട് ചോദിക്കുകയാണ്, എന്നെ അവർ പുറത്താക്കിയെന്ന് ചോദിച്ചു. അവരെ അത് പുറത്താക്കുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ആ സമയത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ മകൻക്ക് വേണ്ട എല്ലാ പിന്തുണയും, സഹായവും, ഹെൽപ്പും എല്ലാം ഞാൻ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ വറക്കത്ത് ബിൻ നൗഫൽ അദ്ദേഹം അധികം കാലം ജീവിച്ചില്ല. പ്രായമുള്ള ഒരു പണ്ഡിതനാണ്. പ്രായം ചെന്ന് പടുവൃദ്ധനായ പണ്ഡിതൻ ഈ മനുഷ്യനോട്, അള്ളാന്റെ ഹബീബിനോട് പറയുകയാണ്. അങ്ങനെ ഖദീജ ബീവിയെ സമാധാനിപ്പിക്കുകയാണ്, ഹബീബിനെ സമാധാനിപ്പിക്കുകയാണ്. ഈ വറക്കത്ത് ബിൻ നൗഫൽ എന്ന പണ്ഡിതൻ സമാധാനിപ്പിക്കുകയാണ്. വിശ്വമാന സംസ്കാരത്തിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ മന്ത്രോജ്വലം മുഴക്കുകയാണ്. അവിടെ നിന്ന് നുബുവത്ത് ലഭിക്കുകയാണ്. റസൂൽ അല്ലാഹുവിന്റെ റസൂലാകുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെ തുടങ്ങി. അപ്പൊ ആദ്യം നബിതങ്ങളെ വിശ്വസിച്ചത് ആരാ? ആദ്യം സ്ത്രീകളാണ്. ആദ്യം പുരുഷനല്ല വിശ്വസിച്ചത്. ആരാണ്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ആദ്യം വിശ്വസിച്ചത് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. ഖദീജ ബീവി അല്ലേ വറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോയത്. അങ്ങനെ ആദ്യത്തെ 3 വർഷക്കാലം രഹസ്യമായിട്ടായിരുന്നു എന്ത് പ്രബോധനം ചെയ്തത്, പരസ്യമായിട്ട് പ്രബോധനം ചെയ്തത്. അപ്പൊ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യും? പിന്നെ ഇങ്ങനെ മലക്ക് വരും. ആര് വരും? ഏത് മലക്ക്? ജിബ്രീൽ പിന്നെ രണ്ടാമത് ഇറങ്ങി വന്നു. എന്നിട്ട് ഏത് ആയത്ത ഓതി തന്നത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട്? ആർക്കെങ്കിലും അറിയോ? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനമുണ്ട്. എന്താ? ഞാനിവിടെ ഇടയ്ക്ക് വിശ്വാസിക്കുമ്പോഴും ഒക്കെ ഓതലുണ്ട്. അറിയോ?
ഫാത്തിഹ എല്ലാ നിസ്കാരത്തിലും ഓതുകയില്ല, അല്ലെ നിസ്കാരം ശരിയാവില്ലല്ലോ. ഫാത്തിഹ ഓതാതെ നിങ്ങളെല്ലാവരും കൂടി ഇന്ന് പുറത്താക്കൂലേ, ഇല്ല ഒരു ഫാത്തിഹ ഓതില്ല എന്ന് പറഞ്ഞിട്ട്. സുഹൃത്താ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർത്തീലാ. യാ അയ്യുഹൽ മുസമ്മിൽ, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന നബിയേ എന്ന് വിളിച്ചിട്ടാണ് എന്ത് ചെയ്ത് പിന്നെ ഖുർആൻ ഇറങ്ങിയത്. ഇത് ജിബ്രീൽ രണ്ടാമത് ഇറങ്ങി. പിന്നെ അങ്ങനെ ആയത്തുകൾ ഇറങ്ങി 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 എത്ര വർഷം ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുത്ത് വന്ന്? പിന്നെ 23 വർഷം. 23 വർഷം ആയത്ത് ഇറങ്ങി, 6000 ചില്ല ആയത്തുകൾ ഇറങ്ങി. അവസാനം എന്തായി? ഇസ്ലാം പൂർത്തിയായി. അതിൻ്റെ ഉള്ളിൽ കുറേ വിപ്ലവങ്ങളും കുറേ ആളുകൾ തെറ്റ് ചെയ്ത ആളുകളൊക്കെ എന്തായി? നന്നാക്കി. നബി അവസാനം വഫാത്താക്കുമ്പോൾ 1,24,000 പരം വരുന്ന സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. 1,00,000 പരം സ്വഹാബികൾ നബി തങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഖദീജ ബീവി നബി തങ്ങളെ വിശ്വസിച്ചു. അവസാനം 3 വർഷക്കാലം എങ്ങനെയായിരുന്നു പ്രബോധനം? രഹസ്യമായിട്ടായിരുന്നു പ്രബോധനം. അങ്ങനെ അവിടെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവിടെ മക്കയിലുള്ള ആൾക്കാരൊക്കെ അവിടെ ഉത്സവം ഉണ്ടായിരുന്നു. ഈ ഉത്സവത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കള്ള് കുടിച്ചിട്ടൊക്കെ അവിടെ ചീഞ്ഞു കൊടുക്കുന്നു. രണ്ട് ഉള്ളി ഇങ്ങനെ വന്നു. ആളുകൾ എന്തെയും അവിടെ തിമിർത്ത് സന്തോഷത്തിൽ ആടി തമർത്ത് ജീവിക്കും. അപ്പൊ അതിലൊന്നും പോവാത്ത ആളാണ് ആര്? ഖദീജ ബീവി. അതുകൊണ്ട് ഖദീജ ബീവിക്ക് ഒരു പേരുണ്ട്. ഖദീജ ബീവിയുടെ സ്ഥാനപ്പേരെന്താ അറിയോ? ത്വയ്യിബ, ത്വാഹിറ എന്നൊരു സ്ഥാനപ്പേരുണ്ട് ഖദീജ ബീവിക്ക് റളിയല്ലാഹു അൻഹ. അപ്പൊ അതേപോലെയുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അതാരാ? അബൂബക്കർ സിദ്ദീഖ്. അതാണ് നമ്മുടെ ചരിത്രം ഇന്നത്തെ. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ് ഏത്? ജമാഅത്തുൽ ആഖിറ മാസം. അതേപോലെ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നിക്കും പോകില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്നുള്ള ആളുകളൊക്കെ കള്ള് കുടിച്ച് ആടി തിമിർത്താടി എൻജോയ് ചെയ്ത് നടക്കുന്ന ആളുകൾ. ഒന്നും എല്ലാവരും പറയില്ലേ, ലൈഫ് ഒന്നല്ലേ ഉള്ളത്, എൻജോയ് ചെയ്യാനുള്ളതല്ലേ, പിന്നെന്താ നിങ്ങൾ എൻ്റെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യണമെന്ന് ചോദിക്കൂലേ? അതൊക്കെ അങ്ങനെയാണെങ്കിലും ഒരു ലക്ഷ്യം നമുക്ക് വേണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിതകാലത്ത് കള്ളിന്റെ രുചി അറിഞ്ഞിട്ടില്ല. കള്ളിന്റെ രുചി എന്തെന്ന് അറിഞ്ഞിട്ടില്ല സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് പിന്നെ നബി തങ്ങളെ വിശ്വസിക്കുന്നത് ആദ്യമായിട്ട്. أول من آمن بي أبو بكر أول من صدقني أبو بكر أول من زوجني أبو بكر أول من يحشر معي يوم القيامة أبو بكر. ആദ്യമായി എന്നെ വിശ്വസിച്ചത് അബൂബക്കറാണ്. പുരുഷന്മാരിൽ ആദ്യമായി വിശ്വസിച്ചത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ജീവിതകാലത്ത് കള്ളിന്റെ രുചി എന്തെന്നറിഞ്ഞിട്ടില്ല അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. പിന്നെ അബൂബക്കറിനെ എപ്പോഴും കാണേണ്ടത് മുഹമ്മദ് മുസ്തഫയാണ്. അബൂബക്കറിന്റെ സ്നേഹം, അബൂബക്കറിന്റെ ബഹുമാനം, അബൂബക്കറിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചത് അത് മുഹമ്മദ് മുസ്തഫയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സമയത്തും അബൂബക്കറിന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ ഹബീബായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ലോക്കൽ സ്വഹാബിയല്ല, വലിയ കച്ചവടക്കാരനാണ്, വലിയ ബിസിനസ്മാനാണ്. കച്ചവടമൊക്കെ ആയിട്ട് ഷാമിൽ പോകും, കച്ചവടം നടത്തും. അവിടുത്തെ മക്കയിൽ അറിയപ്പെട്ട ആളാ ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മക്കയിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അർ-റഹ്മാൻ സൂറത്തുർ റഹ്മാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു? ഇരുമ്പിന്റെ ആണി കൊണ്ട് പതിപ്പിച്ച ചെരുപ്പ് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖത്തടിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഖുർആൻ ഓതിയതിന്റെ പേര്. എന്തുകൊണ്ട്? ചെരുപ്പ് കൊണ്ട് മോന്തൊക്കെ അടിക്കല്ലേ. ചെരുപ്പ് കൊണ്ട് ഒരാളെ അടിക്കാൻ തന്നെ പാടില്ല. കാരണം ചെരുപ്പ് കൊണ്ട് അടിക്കുക എന്നത് ഒരാളെ ഇൻസൾട്ട് ആക്കല. ഈ ചെരുപ്പിൽ എന്താക്കിയിട്ടുണ്ട്? ഇരുമ്പിന്റെ ആണി പതിപ്പിച്ച ചെരുപ്പ് കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖത്തടിച്ചു. ആര്? ശത്രുക്കൾ. എന്തുകൊണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് കൊണ്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്തുണ കൊടുത്തതുകൊണ്ടും. അപ്പൊ എന്തായി? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധം പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാവിലെയാണ് അടിച്ചത്. ബോധം കെട്ട് കിടക്കുകയാണ്, ബോധം വരുന്നില്ല.
അങ്ങനെ കുറേ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കണ്ണു തുറക്കണില്ല. വൈകുന്നേരമായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണു തുറന്ന് ആദ്യം വെള്ളമല്ലേ ചോദിക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത് ഐന ഹബീബി, എവിടെ എൻ്റെ നബി, എവിടെ എൻ്റെ നബിക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാണ് മഹാനായ സിദ്ദീഖ്. എന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വെള്ളം കുടിച്ചത്. അപ്പോൾ അവരെന്ത് ചെയ്തു? നല്ല സ്നേഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. പക്ഷേ ഏത് സാഹചര്യത്തിലും അവരുടെ ചിട്ടയെയും അവരുടെ കാര്യങ്ങളെയും ഒന്നും അവരെന്ത് ചെയ്തില്ല, പണയപ്പെടുത്തിയില്ല. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾക്ക് എല്ലാം സന്തോഷം കൊടുത്ത് എല്ലാം കൊടുത്ത് അവസാനം ഹിജ്റ പോകുന്നുണ്ട്. നബിയുടെ എത്രാമത്തെ വയസ്സിലാണ് ഹിജ്റ പോകുന്നത്? 53-ാമത്തെ വയസ്സിൽ ഹിജ്റ പോകുമ്പോൾ നബിയുടെ കൂടെ പോയതാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്നും പോകുന്നത് അബൂബക്കറാണ്, എവിടെയും അബൂബക്കറാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അബൂബക്കറാണ്. ഏത് സമയത്തും നബി തങ്ങൾക്ക് കാവല് കൊടുക്കുന്നത് അബൂബക്കറാണ്. നിഴലില്ലാത്ത മുത്തു റസൂലിന്റെ നിഴലായി വന്നത് അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു. നബി തങ്ങൾക്ക് നിഴലില്ലാത്ത നബിന്റെ നിഴലായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റ പോകുമ്പോഴും കൂടെയുള്ളത് അബൂബക്കറാണ്. ഹിജ്റ പോകുന്നത് ഹിജ്റയിലുള്ള ഒരു പാതയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ വീട് വളയുകയാണ്. ആരെങ്കിലും മുഹമ്മദിന്റെ തലയെടുത്താൽ അവന് അബൂജഹലിന്റെ കയ്യിലുള്ള തങ്കവള ഞാൻ കൊടുക്കുമെന്ന് അബൂജഹൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അബൂജഹൽ മറ്റു 100 ഒട്ടകത്തെയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാണ് നബി എന്ത് ചെയ്ത് മക്കയിൽ ജീവിക്കാൻ കഴിയാതെ മദീനയ്ക്ക് പോയത്. അവർ ഓഫർ ഇട്ടു. എന്താ ഓഫർ ഇട്ട്? മുഹമ്മദിന്റെ തല എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അബൂജഹലിന്റെ തങ്കവളം കിട്ടും. പിന്നെന്ത് കിട്ടും? 100 ഒട്ടകം, 100 camels, 100 ഒട്ടകത്തെയും കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ തന്ത്രപരമായി കൊല്ലാൻ ശ്രമിക്കും. അപ്പോൾ ഇവർക്ക് ഒട്ടകം കിട്ടുമല്ലോ. പക്ഷേ അള്ളാഹു എന്ത് ചെയ്തു? സംരക്ഷിച്ചു. അങ്ങനെ ആ വീട്ടിൽ കിടക്കുമ്പോൾ അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, എന്ത്? ഞാൻ കിടക്കുന്ന വിരിപ്പിൽ എന്ത് ചെയ്യണം? നീ കിടക്കണം. അങ്ങനെ അലി റളിയല്ലാഹുവിനെ അവിടെ കിടത്തി. എന്നിട്ട് നബി അവിടെ നിന്ന് എഴുന്നേറ്റു. യാസീൻ ഓതിയിട്ട് മണ്ണൊക്കെ വാരിയിട്ട് ഇങ്ങനെ വീശാൻ പറഞ്ഞു. എന്നിട്ട് പോയി. ആരെ കൂട്ടി പോയി? അബൂബക്കർ സിദ്ദീഖ്. അപ്പോഴും കൂടെ ആരുണ്ടായിരുന്നു? അവർ ചില്ലറക്കാരനല്ല. അബൂബക്കർ നബിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ്. ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പോകുകയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയാണ്. ഒരുപാട് സഞ്ചരിച്ചു ആരും കാണാതെ പോകുകയാണ്. കാരണം കണ്ടാൽ അവർ കൊല്ലുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ തലയെടുത്താൽ 100 ഒട്ടകം കൊടുക്കുമെന്നതും അബൂജഹലിന്റെ തങ്കവള കൊടുക്കുമെന്നതും ഇതൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അബൂജഹലിന്റെ തങ്കവള കൊടുക്കും, 100 ഒട്ടകത്തെ കൊടുക്കും. അങ്ങനെ ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ച ആൾക്കാർ ഇതൊക്കെ കിട്ടാൻ എങ്ങനെ ഏത് വഴിയിലൂടെയാണ് മുഹമ്മദും അനുയായികളും പോകുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അള്ളാഹു സമാധാനിപ്പിച്ചു. അങ്ങനെ അവർ സൗർ ഗുഹയിൽ കയറി അവിടെ 3 ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്? താമസിച്ചിട്ടുണ്ട്. പക്ഷേ ശത്രുക്കൾ വന്നു. പക്ഷെ ആരെ കണ്ടില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ മദീനയിലെത്തിയപ്പോൾ മദീനക്കാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരെ കാത്തിരിക്കുകയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തിരിക്കുകയാണ്. അവരെല്ലാ ദിവസവും മലയുടെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കും. അല്ലാതെ ഇന്ന് വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ? അതൊക്കെ ഇന്നല്ലേ. പക്ഷേ അന്ന് അവർ കാത്തിരിക്കും. മൊബൈലിൽ കോൾ ചെയ്യാനോ മെസ്സേജ് അയക്കാനോ പറ്റൂലല്ലോ. അന്ന് അവർ കാത്തിരിക്കുകയാണ് മലയുടെ മുകളിൽ കയറിയിട്ട്. ആൾക്കാർ വരുന്നുണ്ടോ, നബി വരുന്നുണ്ടോ എന്നറിയാൻ. അങ്ങനെ മലയുടെ മുകളിൽ ഒരിക്കൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ മേലെ 2 ആളിങ്ങനെ വരുന്നുണ്ട്. ഒന്ന് അബൂബക്കറാണ്, ഒന്ന് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെല്ലാവരും സന്തോഷിച്ചിട്ട് കാത്തിരുന്നിട്ട് ദഫ് മുട്ടി.
ആ ദഫാണ് ഇന്ന് കൊട്ടുന്നത്. അപ്പോൾ ദഫൊക്കെ കുറച്ച് ആർഭാടായി പോകുന്നുണ്ട് മാത്രം. ആ ദഫാണ് എന്ത് ചെയ്യുന്നത്, കൊട്ടുന്നത്. ദഫ മുട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്തു. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي. ഈ ബൈത്ത് പാടിയിട്ടാണ് എന്ത് ചെയ്തത് അൻസാരികൾ. അൻസാരി എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള സ്വഹാബികൾ. മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടും വീടും എല്ലാം ഒഴിവാക്കിയിട്ട് മദീനയിലേക്ക് പോയവർ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 460 കിലോമീറ്ററാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇന്ന് ബസ്സിൽ പോകുമ്പോൾ, ഉംറക്കൊക്കെ പോയവർക്കറിയാം, ബസ്സിൽ പോകുമ്പോൾ 5 മണിക്കൂർ 6 മണിക്കൂർ കൊണ്ട് മദീനയിലെത്തും. പക്ഷെ അന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്തിട്ടാണ് മദീനയ്ക്ക് എത്തുക. ഈ മദീനയ്ക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചരിത്രം പറയാൻ ഇപ്പോൾ സമയമില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. കുറേ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇന്ന് ഞാൻ ഓർത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഈ മാസത്തിലാണ്. അല്ലാഹു അവർക്ക് ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു അവരോടുകൂടെ നമ്മളെ സ്വർഗീയ ആരാമത്തിൽ സന്തോഷത്തോടെ സമ്മേളിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എൻ്റെ മക്കളുടെ പരീക്ഷ ഒക്കെ നടക്കുന്ന സമയമാണ് അല്ലേ, ഹാഫ് ഇയർലി എക്സാം ഒക്കെ നടക്കുന്ന സമയമാണ്. അള്ളാഹു താല പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മയും പഠിച്ചതൊക്കെ മൈൻഡിൽ ഇരിക്കാനൊക്കെ ഉള്ള ബുദ്ധി അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ. ബിഹഖ് നബിയിന വസയ്യിദിന മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നു ഉള്ളവരൊക്കെ ഇവിടെ വന്ന് പെട്ടെന്ന് നിസ്കരിക്കുക. അല്ലാതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ വേഗം നിസ്കരിക്കുക. ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത, നിസ്കാരത്തിൻ്റെ മാത്രം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ നിസ്കാരം മസ്ബൂക്കായിട്ട് വരരുത്. അപ്പം എല്ലാവരും നിസ്കരിച്ച് അത് കഴിഞ്ഞ് ചെറിയൊരു ചീരണിയുണ്ട്, അതൊക്കെ കഴിച്ച് റാഹത്തായിട്ട് പോകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ഉമ്മമാരൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു അലം. ഏതായാലും ഉണ്ടാവട്ടെ. ഇനി ആളുകൾ കുറവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ പോയിട്ട് പറയുക, നമ്മുടെ നാട്ടിലെ പരിപാടിയാണ് ഇതിങ്ങനെ 10 കുട്ടികളും ഒരു മൊയിലേർ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കിയിട്ട് നടന്നാൽ പോരാ, അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു റാത്തീബും ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്‌ലിസ് നൂർ നടത്തണം. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ സഹായം ഉണ്ടാകണം. ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും റെഡിയാണ്. സുബൈ വരെ പ്രസംഗിക്കണമെങ്കിലും ഒരു പരിധി വരെയൊക്കെ പ്രസംഗിക്കും. ടയർഡായാൽ പിന്നെ നിർത്തും. ഇൻഷാ അല്ലാഹ് ഇനി ഒരുപാട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ സാഹചര്യം പ്രതികൂലല്ലേ. പിന്നെ അതിനായിട്ട് നിങ്ങൾക്കും താല്പര്യം വേണ്ടേ. പിന്നെ സമയം ഒരു കാര്യം ചെയ്യുമ്പോൾ വെറുപ്പിക്കാൻ പാടില്ല എന്നാണ്. ബഷീറു പോലെ തുനഫിറു എന്നാണ്. കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ വൃത്തിയിൽ ചെയ്യുക, അല്ലാതെ അതിനോടൊരു മടുപ്പ് ഉണ്ടാക്കുന്ന രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ ഒരു സ്വഹാബി കുറേ സൂറത്ത് ഓതിയിട്ട് കുറേ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, വലിയ സൂറത്ത് ഓതാണ്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. അറിയണതൊക്കെ അങ്ങനെ പഠിച്ചതൊക്കെ അങ്ങനെ ചെയ്യാം. ദുആ പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്ട് കൈ പിടിച്ചിട്ട് അങ്ങനെയാണ്ട് ദ്വാരക്ക് തന്നെ ദുആ. ഒരു 10, 35, 40, 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ദ്വാരക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർ ചിലപ്പോൾ പറഞ്ഞ തന്നെ പറഞ്ഞു ആത്മാർത്ഥമായിട്ട് ദ്വാരക്കണ വലിയ മഹാന്മാരുണ്ട്, അവരെല്ലട്ടാ ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെയല്ല, നമ്മൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ ഒരു മിതത്തുണ്ട്. നിസ്കരിക്കുകയാണെങ്കിൽ സ്വഹാബി ഉണ്ടായിരുന്നു, വലിയ സൂറത്ത് ഓതി ഇങ്ങനെ നിസ്കരിക്കുക. അപ്പോൾ പറഞ്ഞു പള്ളിയിൽ വരുമ്പോൾ ഇവിടെ പ്രായമുള്ളവരുണ്ടാവും, രോഗികളുണ്ടാകും, തിരക്കുള്ളവരുണ്ടാകും, എല്ലാവരെയും പരിഗണിച്ചിട്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഒരു മിതത്വം. സ്പീഡില്ല, ഒരു നോർമൽ, എല്ലാ കാര്യങ്ങളും നോർമലി ചെയ്യുക എന്നത് അതാണ്. അത് അവിടെ നിന്ന് കിട്ടിയതാണ്. അത് ഞാൻ പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പം അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇബാദത്തുമല്ല. ആളുകൾക്ക് എപ്പോഴും അതിനോട് താല്പര്യം, ഖുശൂഉം ഖുളൂഉം ഉണ്ടാകണം. അങ്ങനെ ഇബാദത്ത് ചെയ്യണം. എന്നാലേ അല്ലാഹു തആല സ്വീകരിക്കുള്ളൂ. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു തആല നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മജ്‌ലിസ് നൂർ തുടങ്ങണം, റാത്തീബ് വിപുലാക്കണം. എന്നും വിപുലം എന്ന് പറയും, പക്ഷെ ഒരു വിപുലതയും കാണുന്നില്ല. അപ്പോൾ വിപുലമായിട്ട് തന്നെ നടത്തണം. അതിന് പ്രിയപ്പെട്ട ഉമ്മമാരുടെ എല്ലാ സഹകരണവും വേണം. ഉമ്മമാർ
പ്രത്യേകിച്ച് പങ്കെടുക്കണം. മുമ്പൊക്കെ കുറച്ചും കൂടെ ആൾക്കാരുണ്ടായിരുന്നു. കൊറോണയ്ക്ക് മുമ്പൊക്കെ നല്ല വിപുലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്നും കൂടെ കൊറോണ കഴിഞ്ഞപ്പോൾ ഒക്കെ ഓൺലൈൻ സ്വലാത്തും ഓൺലൈൻ മജ്‌ലിസും ആയതുകൊണ്ട് എല്ലാവരും മൊബൈലിന്റെ മുമ്പിൽ വെള്ളം വന്നിരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പള്ളിക്കും വരില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സദസ്സിക്കും വരാതെ ആരും ഓൺലൈനിലായിട്ട് മൊബൈലും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അതല്ല, സദസ്സാണ്, ഓൺലൈനാണ്. അപ്പോൾ മൊബൈലിൽ പരിപാടികളും സ്വലാത്തും ആ പരിപാടികളും ഈ പരിപാടികളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഇങ്ങനെയുള്ള സദസ്സ് ഇതൊരു സദസ്സ് തന്നെയാണ്. ഇത്തികാഫിന്റെ നിയത്തിൽ പള്ളിയിൽ അവിടെ നല്ല രൂപത്തിൽ അതോടെ മറയിൽ നല്ല രൂപത്തിൽ ഇരുന്ന് കേൾക്കുന്ന ഉമ്മമാർ എല്ലാവർക്കും അല്ലാഹു തആല റഹ്മാൻ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചൈതന്യങ്ങളൊക്കെ നടക്കണം. അതിനൊക്കെ എനിക്ക് സന്തോഷമാണ്. നിങ്ങളുടെ കൂടെ പിന്തുണ ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടെങ്കിൽ നല്ല രൂപത്തിൽ മുന്നേറാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് വേണ്ട എല്ലാ സഹകരണവും എത്ര വേണമെങ്കിലും സംസാരിക്കാനും ഇടപെടാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഞാനും റെഡിയാണ്. പക്ഷെ എൻ്റെ കൂടെ നിങ്ങൾ നിന്നിട്ട് സഹകരിച്ചെന്നാൽ മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാത്രം എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ നാട്ടിലെ ജനങ്ങൾ, ഇവിടെ ആരും അന്യ ആളുകളൊന്നുമില്ല. ഇവിടെ എല്ലാവരും, എത്ര ആളുകളാണ് ഇവിടെ ഉള്ളത്, എത്ര മുസ്ലിങ്ങളായ ആളുകൾ, ഇതിന്റെ ചുറ്റുഭാഗത്ത് എത്ര വീടുകളാ. ഒരു സ്ഥലത്തേക്ക് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങോട്ടാ പിന്നെ തിരിച്ചിങ്ങോട്ട് പള്ളിക്ക് വരിക എന്നുള്ള വഴി തന്നെ മനസ്സിലാവില്ല. അത്ര അധികം വീടുകളൊക്കെ ഈ ഗ്രാമത്തിന്റെ ഉള്ളിൽ, ഈ തെങ്ങും തോപ്പുകൾക്കിടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവരൊക്കെ ഇതൊക്കെ ഈ പള്ളിയെ നമ്മൾ ബഹുമാനിക്കാതിരുന്ന് ഈ പള്ളിയിൽ നിന്ന് വിളി കേട്ടിട്ട് അയ്യാലുൽ ഫല എന്ന ബാങ്കിന്റെ വിളിനാദം കേട്ടിട്ട് ഇതിനെ നിസാരവൽക്കരിച്ചാൽ അവനാണ് ഏറ്റവും വലിയ തമ്മാടി, അവൻ ലാനത്തിറങ്ങുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞൊരു വാക്കുണ്ട്. ഞാൻ ഈ പള്ളിയിൽ സുബഹിക്ക് പള്ളിക്ക് വരാത്ത ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, അവരുടെ വീട് ഞാൻ കരിച്ചു കളയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടെ സ്ത്രീകളും പ്രായമുള്ള ആളുകളും ചെറിയ പിഞ്ചു മക്കളും ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എന്ന് കാരുണ്യത്തിന്റെ സാഗരമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ, ദീനിയായ കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം. പള്ളിയുടെ കാര്യത്തിൽ ഇത്രയും നല്ല മനോഹരമായ ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ട് ഇവിടെ 4 പേര് മാത്രം വന്ന് നിസ്കരിച്ചു പോയിട്ട് എന്ത് കാര്യം? ഞാൻ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് പള്ളിക്ക് വരിക, പിന്നെ പോവുക, അതാണ് എൻ്റെ വഴി. അപ്പൊ ഇതിലൊന്നും കാര്യമില്ല. നമ്മുടെ മസ്ജിദാണ്. ഇത്രയും മനോഹരമായ ഒരു മസ്ജിദ് ഉണ്ടാക്കി തന്നിട്ട് നമ്മൾ അതിനോടൊരു ഉത്തരവാദിത്വം കാണിച്ചില്ലെങ്കിൽ പടച്ചോന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഒരു സംശയ കാര്യത്തിലില്ല. ഈ ശബ്ദം ശ്രവിക്കുന്ന ആരെങ്കിലും പുറത്തുനിന്ന് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോടൊക്കെ താക്കീതിന്റെ സ്വരത്തിൽ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്രയും നല്ല പള്ളി ഉണ്ടാക്കിയിട്ട് നിസ്കാരത്തിന് ആളുണ്ടായിട്ടില്ലെങ്കിൽ പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അവന് ലാനത്ത് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ നസീഹത്തായിട്ട് ഇത് ഏറ്റെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ജമാഅത്തിനും പള്ളിക്കൊക്കെ ആളുണ്ടായി ഈ കാര്യങ്ങളിലൊക്കെ സഹകരിച്ച് മുന്നേറണം. എല്ലാ ആളുകളും അതിനുവേണ്ടി സഹകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മജ്‌ലിസ് നൂർ നടത്തണം ഇൻഷാ അല്ലാഹ്. അടുത്ത 25-ാം തീയതി, ഡിസംബർ 25 അല്ലേ, ഇൻഷാ അല്ലാഹ് അന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അതിന്റെ പബ്ലിസിറ്റി ഒക്കെ തുടങ്ങിക്കോളൂ. നിങ്ങൾ വേണ്ടവരോടൊക്കെ പറഞ്ഞിട്ട് നല്ല രൂപത്തിൽ നമുക്ക് പള്ളിയിൽ നമുക്ക് ചെല്ലാം. സ്ത്രീകൾക്ക്, ഉമ്മമാർക്ക് അവിടെ നല്ല സദസ്സും ഉണ്ടാകും. മജ്‌ലിസ് നൂർ ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. കുറച്ചു നേരം സംസാരിക്കുള്ളൂ. കുറേ നേരം ഇനിയിപ്പോൾ ഈ സംസാരം തന്നെ കുറേ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് എത്ര നേരം സംസാരിക്കണ്ട, ഇതിപ്പോൾ ഒരു 10-25 അരമണിക്കൂർ ആയിട്ടുണ്ട്, അത്ര വേണ്ടാന്ന് വേണ്ട. അപ്പൊ കുറേ ഒന്നും സംസാരിക്കില്ല. ഞാൻ പിന്നെ കുറേ സംസാരിക്കൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം സംസാരിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ടൈം തന്നെ വെക്കാം. ഫിക്സഡ് ടൈം, ആ ടൈമിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഷെഡ്യൂൾഡ് ആയിട്ട് പ്രോഗ്രാം കഴിയുന്ന രൂപത്തിൽ കറക്റ്റ് വെക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ മജ്‌ലിസ് നൂർ ചെറിയൊരു നസീഹത്തും ഒരു ദുആയായിട്ട് ഇൻഷാ അല്ലാഹ് 25-ാം തീയതി, ഡിസംബർ 25-ാം തീയതി ബുധനാഴ്ച നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒന്നും പറയുന്നില്ല, ദുആ ചെയ്യാം അല്ലേ? എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൈകിന് പിടിച്ച് ആമീൻ പറയണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره ومقداره العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم.
അല്ലാഹുവേ ഞങ്ങൾ പാരായണം ചെയ്ത മദ്ഹുകളെ, വിശുദ്ധ ഖുർആനുകളെ, നിന്റെ അസ്മാകളെ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ പോരായ്മകൾ നീ പരിഹരിക്കണേ അല്ലാഹ്. പരിഹരിച്ചുകൊണ്ട് പരിഗണിക്കുന്ന അമലായിട്ട് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പിഞ്ചുമക്കളുടെ ആമീനുകളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ സവാബിനെ നിന്റെ ഹബീബായ ഞങ്ങളുടെ ശഫീആയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. നിന്റെ അബൂനാബുൽ ബശ്ർ ആദം അലൈഹിസ്സലാമിന്റെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. ഖലീലിന്റെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. റബീന്റെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. കലീമിന്റെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. റൂഹുല്ലാഹിയുടെ ഹദ്റത്തിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റു അമ്പിയാക്കളിൽ എത്തിക്കണേ അല്ലാഹ്. മുർസലുകളിൽ എത്തിക്കണേ അല്ലാഹ്. മുഹദ്ദിസീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. മുഫസ്സിരീങ്ങളിൽ എത്തിക്കണേ അല്ലാഹ്. ഫഖഹാക്കളിൽ എത്തിക്കണേ അല്ലാഹ്. എല്ലാ മഹാന്മാരിലും എത്തിക്കണേ അല്ലാഹ്. മഹദികളിൽ എത്തിക്കണേ അല്ലാഹ്. മഹാനായ സയ്യിദുൽ ഔലിയായി അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റു 1,00,000-ൽ പരം വരുന്ന സഹാബാക്കളിൽ എത്തിക്കണേ അല്ലാഹ്. തൃശ്ശൂർ ജില്ലക്കാരനായ താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹുവിൽ എത്തിക്കണേ അല്ലാഹ്. മറ്റു മഹാന്മാരിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നാടുകളിൽ നിന്ന് വിട്ടുപോയവർ, ഞാൻ വന്നിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, എന്റെ ഓർമ്മയിലുള്ള ഒരുപാട് ആളുകൾ, അല്ലാഹുവേ അവരുടെ അർവാഹിലേക്ക് നിന്റെ സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. പ്രഭ കൊണ്ട് നിറക്കണേ അല്ലാഹ്. നൂറ് കൊണ്ട് നിറക്കണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ്. ആമീനുകളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ഏത് രോഗമാണോ മാരക രോഗമാണോ ഞങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്ത് രോഗമാണെങ്കിലും, ഏത് വൈറസുകളാണെങ്കിലും, ഏത് വൈറസുകളെയും രോഗങ്ങളെയും രോഗാണുക്കളെയും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് തട്ടി മാറ്റണേ അല്ലാഹ്. ശിഫയാക്കണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. കൊണ്ട് വസിയത്ത് ചെയ്തവർ, രോഗികൾ ഒരുപാടുണ്ട് റബ്ബേ. എന്നോട് വ്യത്യസ്ത സമയങ്ങളിൽ പറഞ്ഞവർ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ വീട് പണി നടത്തുന്നവർ, അല്ലാഹുവേ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള ബാബുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മാല് നൽകണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ നിനക്ക് ആരാധിക്കാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. സിഹത്ത് നൽകണേ അല്ലാഹ്. ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഉസ്താദുമാരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. കൊണ്ട് വസീത് ചെയ്തവർ ഈ സദസ്സിൽ തന്നെ വ്യത്യസ്ത ആഗ്രഹങ്ങളുമായിട്ടിരിക്കുന്നവർ റബ്ബേ നിന്നോട് കൈനീട്ടുകയാണ്. നീ ഞങ്ങളുടെ കൈകളെ തട്ടിക്കളയല്ല അല്ലാഹ്. പിഞ്ചു മക്കളുടെ കൈകളെ തട്ടിക്കളയല്ല അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. നിനക്ക് വേണ്ടി ചെയ്യുന്നത് ഇഖ്ലാസോടെ കുറച്ചാണെങ്കിലും അത് ആത്മാർത്ഥതയോടെ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവയെ നിന്റെ ഇഷ്ടപ്പെട്ട ഇബാദുകളിൽ, അടിമകളുടെ കൂട്ടത്തിൽ, അബ്ദിന്റെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്. ഈ നാട്ടിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. ഐശ്വര്യം നൽകണേ അല്ലാഹ്. ദീനി ഉന്നമനം നൽകണേ അല്ലാഹ്. ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് നല്ല ബോധം കൊടുക്കണേ അല്ലാഹ്. നല്ല ബോധം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും നല്ല ബോധം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ തൃപ്തിയിലായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. പരിപൂർണ്ണ ഈമാനോടുകൂടി നല്ല സമയത്ത് നല്ല ദിവസത്തിൽ ചൊല്ലി പുഞ്ചിരിച്ചുകൊണ്ട് സുഹൃത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ല മരണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ
അല്ലാഹുവേ ഞങ്ങളെ നീ നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളൊക്കെ നടക്കുകയാണ്, നല്ല വിജയം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇസ്സത്ത് നൽകണേ അല്ലാ, നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാ. ഖുർആൻ പഠിക്കുന്ന മക്കളാക്കണേ അല്ലാ, ഇൽമ പഠിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഇൽമ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അവർക്കും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാ.